സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു ചിത ഒരുങ്ങുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. മേനോന്റെ ഭരണ മികവ് 70 ദിവസം പിന്നിട്ടപ്പോൾ ഈ നാട്ടിലെ ഒരു വിഭാഗം മനുഷ്യർ സ്വന്തം നിലയ്ക്ക് ചിതയൊരുക്കി അതിൽ ജീവത്യാഗം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന അവസ്ഥ. എത്ര വിസ്മയകരമായിട്ടുള്ള ഭരണം! ആഗോളതലത്തിൽ തന്നെ ഒരു ചർച്ചയായി നമ്മുടെ ഈ ആഗോള ഐക്യസഭയുടെ ഇതിലുള്ള ചെറിയുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ബോധവൽക്കരണം അത് സ്കൂളുകളിലും അതുപോലെ തന്നെ ചെറുപ്പക്കാരിലും മൃഗങ്ങളല്ല മനുഷ്യ എല്ലാം ഇത് കൊച്ചുകുട്ടികൾ മുതൽ ഉപയോഗിക്കുന്ന ഒരു ലഹരിയാണ്. ആ ലഹരി എന്ന് പറയുന്നത് ഭ്രാന്താണ്. അത് നമ്മുടെ ഭ്രാന്തിലായി മോഹന വാഗ്ദാനങ്ങളായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറിയ ആദ്യ ക്യാബിനറ്റിൽ നിങ്ങളുടെ ജോലി ഉറപ്പ്, വേറെ അതിൽ സംസാരമൊന്നുമില്ല. വാക്ക് അറിയാലോ ആരാണ് പറയുന്നതെന്നുള്ള. ധൈര്യമായിട്ട് വയ്ക്കും, ഒരു പേടിയും വേണ്ട. നിങ്ങളെല്ലാം വന്ന് വോട്ട് ചെയ്താൽ മാത്രം മതി. ബന്ധുക്കളെയും എല്ലാവരെയും കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യിപ്പിക്കണം. ആദ്യത്തെ ക്യാബിനറ്റ് നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിരിക്കും. ഇതായിരുന്നു കൊടുത്ത ഉറപ്പ്. ഇപ്പോൾ ക്യാബിനറ്റുകൾ പലത് കഴിഞ്ഞു, മാസങ്ങളും പലതും കടന്നു പോവുകയാണ്. അന്ന് വാക്കും വിശ്വസിച്ച് വന്ന് വോട്ട് ചെയ്തതിന് ശേഷം ജോലി ചോദിച്ച് ചെന്നപ്പോഴാണ് എനിക്ക് പഠിക്കണം, എനിക്കിനി 5 വർഷം പഠിക്കണം, പഠിച്ചിട്ടേ വല്ലതും പറയാൻ പറ്റൂ എന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാറായ LPST വിഭാഗക്കാരെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ആ ചിതയൊരുങ്ങുന്നത്. രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത റാങ്കാണ്. ഈ അധ്യയന വർഷത്തിലാണ് നിയമനം കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ ചുമ്മാ കൊടുക്കാൻ പറ്റൂ? കാര്യം ഇതൊക്കെ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് നടന്നാലല്ലേ നമുക്ക് വല്ല കാര്യമുള്ളൂ. സർക്കാരിന്റെ PSC റാങ്ക് ലിസ്റ്റ് വഴി നടന്നാൽ നമുക്ക് അതുകൊണ്ടൊരു ഗുണവും ഇല്ല. മന്ത്രിമാരുടെ PA മാരെ വരെ പല സ്കൂളുകളിലെയും നിയമനവുമായി ബന്ധപ്പെട്ട് അവരുടെ നിയമന കമ്മിറ്റിയിലൊക്കെ നമ്മൾ അംഗങ്ങളാക്കി ഇരുത്തിക്കൊണ്ട് ചില നിയമനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ഗുണം നമുക്ക് കൂടി ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരെ ജോലി കൊടുക്കാതെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകുന്നത്. അവർ ചർച്ചയ്ക്ക് പോയി നിരാഹാരം കിടന്നു. ഇത്രയും കാലം സ്ത്രീകളെ കാണുന്നില്ല ഈ നാട്ടിലെ മുഖ്യമന്ത്രി. ആശാവർക്കർമാരുടെ മുന്നിൽ നിന്ന് ചോദിച്ചതാണ്. ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും ഈ നാട്ടിൽ ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് പടിക്കൽ ചിതയൊരുക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇന്നലകളിൽ അടിച്ച വാചാടോപമൊക്കെ എന്തായിരുന്നു എന്ന് ഈ നാട്ടിലെ ഉദ്യോഗാർത്ഥികൾ കൂടി മനസ്സിലാക്കുക. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 ലക്ഷം പേർക്കാണ് നിയമനം കൊടുത്തിരുന്നത്. മുഴുവൻ പേരെയൊന്നുമല്ല. പക്ഷേ എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും പരമാവധി നിയമനങ്ങൾ നടത്താൻ പരിശ്രമിച്ചു. പാളിച്ചകൾ സംഭവിച്ചില്ല എന്നല്ല, പക്ഷേ ഇത്രയും ഗുരുതരമായ പാളിച്ച സംഭവിച്ചിട്ടില്ലായിരുന്നു. അവരെ ചർച്ചയ്ക്ക് വിളിക്കാനോ കേൾക്കാനോ നിങ്ങൾക്ക് 2 മാസത്തിനകം നിയമനം തരാമെന്നോ ഒന്നും പറയാതെ നിങ്ങൾ അവിടെ സമരം ചെയ്യുന്നതിലൊന്നും ഒരു കാര്യമില്ല, നടക്കാൻ പോണില്ല എന്ന മനോഭാവത്തിൽ നടക്കുമ്പോൾ ഈ നാട്ടിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള അല്ലെങ്കിൽ അർഹതപ്പെട്ടത് കിട്ടാനുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ഒരംശം പോലും ഈ സർക്കാരിൽ നിന്ന് നീതി ഉണ്ടാകാൻ പോകുന്നില്ല എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ആ ചിതയൊരുക്കൽ എന്ന് പറയേണ്ടി വരുന്നു. എന്തായാലും ലോകത്തെവിടെയും ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് 3ാമത്തെ മാസം തന്നെ സ്വന്തം ചിതയൊരുക്കി അതിൽ ജീവത്യാഗം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗക്കാർ ഒരു നാട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. അതും കേരളത്തിൽ കണ്ടിരിക്കുന്നു. ആഗോളതലത്തിൽ തന്നെ ഒരു ചർച്ചയായി നമ്മുടെ ഈ ആഗോള ഐക്യസഭയുടെ ഇതിലുള്ള ചെറിയുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ബോധവൽക്കരണം അത് സ്കൂളുകളിലും അതുപോലെ തന്നെ ചെറുപ്പക്കാരിലും മൃഗങ്ങളല്ല മനുഷ്യ എല്ലാം ഇത് കൊച്ചുകുട്ടികൾ മുതൽ ഉപയോഗിക്കുന്ന ഒരു ലഹരിയാണ്. ആ ലഹരി എന്ന് പറയുന്നത് ഭ്രാന്താണ്. അത് നമ്മുടെ ഭ്രാന്തിലായി